ലൈഫാണ് വിളിച്ചു പറഞ്ഞത് ഒരുമിച്ച് ഇല്ലെന്നില്ല രാധാകൃഷ്ണൻ സാറേ, നിങ്ങൾ അകന്നിരിക്കുമ്പോൾ ഞങ്ങൾ അത്രയും ബാക്കിൽ പോകണം. പോലെ ഇല്ലല്ല. ഓക്കെ അല്ല കണ്ണമ്പാറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നാറ്റ് ഇൻഡസ്ട്രീസിൻ്റെ കീഴിലുള്ള പാറക്കോറി അതിൽ അവിടെ നടക്കുന്ന നിയമലംഘനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായി നിരന്തര സമരങ്ങളിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ വിവിധ ഓഫീസുകളിൽ നിങ്ങൾ കൊടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് തമ്പാൻ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് എൻവയൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റിയിൽ ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച നിരവധി വിഷയങ്ങൾ അപ്പോൾ അവരുടെ ഈ മീറ്റിങ്ങിൽ ഇത് പരിശോധിക്കുകയും അപ്പോൾ കഴിഞ്ഞ ഈ മാസം 22-ാം തീയതി കൂടിയ മീറ്റിങ്ങിൽ ഞങ്ങളുടെ പരാതി ഞങ്ങളുടെ ആക്ഷൻ കൗൺസിൽ കോറിവിരുദ്ധ സമിതിയുടെ ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് പി ജിഷാദ് കൊടുത്ത പരാതി പരിശോധിച്ചപ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള നിരവധി വിഷയങ്ങൾ ശരിയാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഈ കോറിയുടെ നാറ്റ് ഇൻഡസ്ട്രീസിൻ്റെ മാനേജർക്ക് ഈ പാരിസ്ഥിതിക ആഘാത സമിതി ഈ തമ്പാൻ്റെ ഈ ഓഫീസ് കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ പ്രധാനപ്പെട്ടത് ഒന്ന്, ഈ 10 മെട്രിക് ടൺ ഭാരം കയറ്റിയ വാഹനങ്ങൾ മാത്രമേ ആ കോരിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. 2, ഈ പൊതു നിരത്തിൽ ഇവരുടെ ഈ പാറക്കോറിയിലേക്ക് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഉണ്ട്. 3, ഈ മെയിൻ്റനൻസ്, ഈ റോഡ് പ്രധാനപ്പെട്ട ഇവരുടെ കാരണം പൊട്ടിപ്പൊളിഞ്ഞ ആ റോഡ് മെയിൻ്റനൻസ് ചെയ്യണമെന്നും അത്തരത്തിൽ പിന്നീട് ഇതെല്ലാം ഈ പരിശോധിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സെല്ല്, അത് എല്ലാ പഞ്ചായത്തിലും പ്രവർത്തിക്കണമെന്നുണ്ട്. അതാണ് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി, പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കേണ്ടതാണ്. നമ്മുടെ പഞ്ചായത്തിൽ ഇതില്ല, ഇത് ഉണ്ടോ എന്തോ അറിയില്ല, ഇതുവരെ പുനഃസംഘടിപ്പിക്കുക. അങ്ങനെ അടിയന്തരമായി പുനഃസംഘടിപ്പിക്കുകയും ആ പുനഃസംഘടനയുടെ ഭാഗമായിട്ട് ഈ പ്രദേശവാസിയായാലും പഞ്ചായത്ത് മെമ്പറെ കൂടാതെ വാർഡ് മെമ്പറെ കൂടാതെ പ്രദേശവാസിയെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ഇത് കർശനമായി നടപ്പിലാക്കണമെന്ന് ഈ കോറി മുതലാളിക്ക് ഈ സ്റ്റേറ്റ് എൻവയൺമെൻറ്റൽ ഇമ്പാക്ട് അസസ്മെൻറ്റ് അതോറിറ്റിയിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുകയുണ്ടായി. അതിൻ്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. നാളിതുവരെ ആയിട്ട് ഇവർക്ക് ഇത് നിർദ്ദേശം ലഭിച്ചിട്ടും ഇതുവരെയും ഈ കാര്യങ്ങൾ പരിശോധിക്കാനോ അതിന് പരിഹാരം കാണാനോ കോറിയുടെ മുതലാളിയുടെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ നിർദ്ദേശം ഈ പാരിസ്ഥിതിക സമിതിയുടെ ഈ നിർദ്ദേശം അടങ്ങിയ കോപ്പിയും പരാതിയുമായിട്ട് ഇന്ന് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ബഹുമാനപ്പെട്ട പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറെയും നമ്മുടെ ജോയിൻ്റ് RDIയും കാണാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഞങ്ങൾ പരാതി വീണ്ടും കൊടുക്കുകയാണ്. ഒരു നിശ്ചിത ദിവസത്തിനകം ഇവരിടപെട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ല. ഈ പാരിസ്ഥിതികാഘാതം സ്റ്റേറ്റ് എൻവയൺമെൻറ്റൽ ഇമ്പാക്ട് അസസ്മെൻറ്റ് അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല ഇവർക്കാണ്. അത് ഉറപ്പുവരുത്തിയില്ലെങ്കിൽ വീണ്ടും ഈ നിയമലംഘനങ്ങൾ തുറന്നാൽ ശക്തമായ സമരം പരിപാടികൾ. ഈ 10 മെട്രിക് ടൺ വാഹനങ്ങൾ, അതിൽ ഭാരമുള്ള വാഹനങ്ങൾ കയറ്റിവിടും. ഇപ്പോൾ ടോറസുകളാണ് പോകുന്നത്, നിരന്തരം ടോറസുകളാണ്. മാത്രമല്ല ഞങ്ങളുടെ കയ്യിലുണ്ട് 372 മെട്രിക് ടൺ ഭാരം കയറ്റി പോകാൻ പാടുള്ളൂ. ദിവസവും 100, 105, 140, 150ഓളം വാഹനങ്ങൾ, അത് അമിത ഭാരം കയറ്റിയ ടോറസ് വാഹനങ്ങളാണ് പോകുന്നത്. ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. അവിടെ പൊടി, ഈ അന്തരീക്ഷം ഉഷ്ണമാണ്, അതിഭയങ്കരമായ കാറ്റാണ്, അവിടെ ഇതേ സമയം വെള്ളം ഒഴിക്കുന്നില്ല. മാത്രമല്ല ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ പ്രവർത്തന സമയം പാലിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവർ പ്രവർത്തന സമയം പാലിക്കുന്നില്ല. 4:30 തൊട്ട് വാഹനങ്ങൾ കയറി പോവുകയാണ്. ഞായറാഴ്ച പോലും ഈയിടയ്ക്ക് ഞായറാഴ്ച വാഹനങ്ങൾ തടഞ്ഞു. ഞായറാഴ്ച പോലും വാഹനങ്ങൾ കയറി പോകുന്നു. പൊട്ടിക്കുന്നതിന് പ്രത്യേക സമയമുണ്ട്. ഈ നിർദ്ദേശങ്ങൾ, ഈ ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ അടങ്ങിയ ബോർഡ് പൊതുജനങ്ങൾ കാണത്തക്ക രീതിയിൽ പ്രദർശിപ്പിക്കണമെന്ന് ഇവരിപ്പോൾ സ്ഥാപിക്കുന്ന ബോർഡ് ആർക്കും കാണാൻ സാധ്യമല്ലാത്ത രീതിയിൽ അവരുടെ ഓഫീസിന് മുന്നിലാണ്. അവിടെ ഞങ്ങളുടെ കോറി സമിതിക്ക് പ്രവേശിച്ചാൽ കോടതി വിലക്കുണ്ടെന്നാണ് ഈ ബന്ധപ്പെട്ട SHO ഒക്കെ ധരിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇത് ഞങ്ങൾ കാണണം. ഈ കാണുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണം. അത് ബന്ധപ്പെട്ട അധികാരികളെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഒരുപാട് പരാതികൾ, അനധികൃതമായവരുടെ നടപടികൾ. കഴിഞ്ഞ ആഴ്ച തന്നെ വീട്ടിൽ കയറി ഒരു സ്ത്രീകളെയും കുട്ടികളെയും അവർ ഭീഷണിപ്പെടുത്തി. അതിനെതിരെ
ഞങ്ങൾ പ്രതിഷേധ സമരം നടത്തി, പോലീസിൽ കേസ് കൊടുത്തു. പക്ഷേ പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല. അപ്പം ഞങ്ങൾ കൊടുക്കുന്ന ഈ നിരന്തരം പരാതികൾ ഒന്നും തന്നെ ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിക്കുന്നില്ല, അതിന് നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവര് ഈ കോറി മാഫിയയ്ക്ക് അനുകൂലമായി എത്ര നിയമലംഘനങ്ങൾ കാണിച്ചാലും കോറി മാഫിയയ്ക്ക് അനുകൂലമായിട്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ പ്രതിഷേധാർഹമാണ്. പോരേടത്തെ സംബന്ധിച്ച് ഒരു ചെറിയ ഗ്രാമമാണ്. ആ ഗ്രാമം നിലനിൽക്കുന്നത് തന്നെ ഈ കണ്ണമ്പാറ, ആ മല, ആ പാറ ഈ പോരേടം ഗ്രാമത്തെ സംരക്ഷിച്ചു നിർത്തുകയാണ്. കേരളത്തിന് പശ്ചിമഘട്ടം ഏതുപോലെയാണോ അതുപോലെയാണ് പോരേടം ഗ്രാമത്തിന് ഈ കണ്ണമ്പാറ മലകൾ, പാറ ഉൾപ്പെടെയുള്ള ആ മലകൾ. ഇത് പൊട്ടിച്ച് ഇത് വിപണനം നടത്തി കഴിഞ്ഞാൽ ആ പ്രദേശം ആകെ ഇല്ലാണ്ടാവും, ജല ദൗർബല്യം ഉണ്ടാവും, പൊടിമൂല. ഇപ്പോൾ തന്നെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സമീപവാസികളായ വീടിലുള്ളവർക്ക് ആഹാരം പാകം ചെയ്യാൻ പോലും കഴിയുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്, പച്ച പരമാർത്ഥമാണ്. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടും അധികാരികൾ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത്. ഇത് വളരെ വളരെ പ്രതിഷേധാർഹമാണ്. വളരെ ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവർക്ക് അനുവദനീയമായ ലോഡിൽ കൂടുതൽ, അതിൽ 10 ഇരട്ടി ദിവസം പൊട്ടിച്ച് കയറ്റിക്കൊണ്ട് പോവുകയാണ്. ഇപ്പോൾ തന്നെ എൻവയൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റി പറഞ്ഞു, നിങ്ങൾ 10 മെട്രിക് ടൺ ഭാരം കയറ്റിയ ലോറിയിൽ മാത്രമേ അത്രേ കൊണ്ടുപോകാൻ പാടുള്ളൂ. പക്ഷേ 35-40-45 ടൺ കയറിപ്പോകുന്ന വലിയ വമ്പൻ ടോറസുകളാണ് വരുന്നത്. 6 മണിക്ക് ശേഷമേ ലോഡിങ് തുടങ്ങാൻ പാടുള്ളൂ. പക്ഷെ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് തന്നെ റോഡിന്റെ ഇരു സൈഡിന് 2 വശങ്ങൾക്ക് 1 കിലോമീറ്റർ ദീർഘത്തിൽ വന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയാണ്. ഇതൊന്നും ഈ അധികാരികൾ കണ്ടിട്ടും അവര് കണ്ണടച്ചിരുട്ടാക്കുകയാണ്. പൂച്ച പാല് കുടിക്കുന്ന നയമാണ് ഈ അധികാരികൾ സ്വീകരിക്കുന്നത്. അവർക്കറിയാം ഇവർ നിയമലംഘനമാണ് നടത്തുന്നത്. ഇവർ കൊടുത്ത ലൈസൻസിൽ പറഞ്ഞ വ്യവസ്ഥകളൊന്നും പാലിക്കുന്നില്ല എന്ന് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള എല്ലാ അധികാരികൾക്കും അറിയാം. പക്ഷെ അവര് എന്തുകൊണ്ടോ എന്തോ അവരത് ജനങ്ങളുടെ ഭാഗത്ത് അവരാരും നിൽക്കുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടി അവരൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. പാറക്കോറികൾക്ക് വേണ്ടി മാത്രമാണ് നടപടി സ്വീകരിക്കുന്നത്. ഈ ഗ്രാമം, ഈ പോരേട നിവാസികൾ സമീപ ഭാവിയിൽ വളരെ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന ഈ സമീപനത്തിൽ നിന്ന് ഇതിന് ഒരു അറുതി ഉണ്ടാകണം. അനധികൃതമായി പാറക്കോറി പ്രവർത്തനം നിർത്തൽ ചെയ്യണം. ഈ പോരേടം ഗ്രാമത്തെ സംരക്ഷിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ എൻവയൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റി ഞങ്ങൾ പരാതി പരിശോധിച്ചു. അവർക്കത് ബോധ്യപ്പെട്ടു. കർശനമായ നിർദ്ദേശം അവർ കൊടുത്തിരിക്കുകയാണ്. ഇക്കാര്യങ്ങളിൽ പഞ്ചായത്തിൽ നിന്നും പോലീസിൽ നിന്നും ഈ അധികമായ ലോഡ് കയറ്റി പോകുന്നത് ഈ RDO ഈ വകുപ്പിൽ മോട്ടോർ ട്രാൻസ്പോർട്ട് വകുപ്പിൽ നിന്ന് നടപടി ഉണ്ടാകണം എന്ന് മാത്രം എന്നാണ് ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം പരിഗണിക്കുന്നത് വരെ ഞങ്ങൾ ശക്തമായ സമരം ചെയ്യും. ഇത് പരിഗണിച്ചിട്ടില്ല എങ്കിൽ വലിയ വലിയ സമരങ്ങളിലേക്ക് ഞങ്ങൾ പോകേണ്ടി വരും എന്ന് മാത്രം അറിയിക്കുകയാണ്. പോരടം കണ്ണമ്പാറ നിവാസികളുടെ അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കാതെ എൻവയോൺമെന്റൽ അസസ്മെന്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അവഗണിച്ചുകൊണ്ട് പാറക്കോറികൾക്ക് വേണ്ടി ഇത് നിയമനം പാറ പൊട്ടിക്കാനുള്ള അനുമതി കൊടുക്കാതിരിക്കാൻ വേണ്ടി ചടയങ്കലം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ സെക്രട്ടറിക്ക് പരാതി അർപ്പിക്കാനുള്ള കഴിഞ്ഞ 22-ാം തീയതി ഞങ്ങൾ പരിഗണിച്ചപ്പോൾ ഇവിടെ നടക്കുന്ന നിയമലംഘനങ്ങൾ സംബന്ധിച്ച് ഈ മാനേജർ കോറിയുടെ മലയാളിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് പിന്നെ ഈ 10 മെട്രിക് ടൺ ഭാരം അതിൽ കൂടുതലുള്ള വാഹനങ്ങൾ അതിൽ നിന്ന് കൊടുക്കാൻ പാടില്ല. പിന്നീട് ഈ പബ്ലിക് റോഡിൽ അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. റോഡ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നീട് പ്രവർത്തന സമയം കൃത്യമായി പാലിക്കണം. അതിനെ മാത്രമല്ല പഞ്ചായത്തിന് കീഴിലുള്ള ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയിൽ പ്രദേശവാസിയെയും വാർഡ് മെമ്പറെ ഉൾപ്പെടുത്തണം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് കോപ്പി ഞങ്ങളെ കയ്യിലുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ കിട്ടിയിട്ട് ഒരാഴ്ച കൂടുതലായി. അവർക്ക് ഒരു കോപ്പി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവരുടെ ഭാഗത്ത് ഇതുവരെ യാതൊരു ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും നിർവ്വാഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയമലംഘനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതിൽ ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിൽ ശ്രദ്ധപ്പെടുത്തുകയാണ്. ഇതിടപെട്ട് അവർക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ കോപ്പിയാണിത്. അത് കൊടുത്തിട്ടുണ്ട്. അത് താമസം എടുക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ മാനേജ്മെന്റ് അതിപ്പോ നിയമം അനുശാസിക്കുന്നില്ല. അവരത് നിയമം ലംഘിക്കുകയാണ്. ആദ്യത്തെ 3 ദിവസം നമ്മുടെ പോലീസിന്റെ ആദ്യം നമ്മൾ കത്ത് കൊടുത്തിട്ടുള്ളതാണ്. ധാരണ എത്തിയിട്ടുള്ളതാണ്. പക്ഷേ അവർ ഹൈക്കോടതി പോയിട്ട് ഈ എലിക്കുന്ന മട്ട് ഗണോന്നട റോഡിൽ യാത്രാ തടസ്സം അവർ നമ്മൾ സൃഷ്ടിക്കരുതെന്ന് പറഞ്ഞ് അവർ ഒരു ഉത്തരവ് വാങ്ങിക്കൊണ്ട് വന്നു. അത് അവർ കോടതി തെറ്റിദ്ധരിപ്പിച്ചു. എന്ന് വെച്ചാൽ ഇത് PWD റോഡാണെന്ന് പറഞ്ഞു. ഇരിക്കുന്ന നമ്മളും PWD ആണ്, ഗണോന്നടയും PWD ആണ്. ഇതിന്റെ ഇടയ്ക്കുള്ള 2-1.5 കിലോമീറ്ററാണ് പഞ്ചായത്ത് റോഡ്. അവരുടെയാണ് പോരുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഗവൺമെന്റ് മാനേജ്മെന്റ് സെല്ല് നമ്മൾ കഴിഞ്ഞ കമ്മിറ്റിയിൽ അജണ്ട വെച്ചിരുന്നു കൊടുത്ത് പഠിപ്പിക്കുന്നത്. പക്ഷെ അന്ന് ഇത്തിരി വൈകിയത് കൊണ്ട് അടുത്ത കമ്മിറ്റിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത ജനറൽ കമ്മിറ്റിയിൽ അത് വീണ്ടും അജണ്ട വെച്ചിട്ട് ഇത് അറിയില്ല. 1.5 വർഷം ഈ സെല്ലിൽ ഈ കമ്മിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഈ കമ്മിറ്റി ഇവിടെ നിയമനങ്ങൾ നടക്കുന്നു പറഞ്ഞ് അവർക്ക് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർ ഈ ലൈസൻസ് റദ്ദ് ചെയ്യുമായിരുന്നു. ഇതൊരു അഡ്മിഷൻ കമ്മിറ്റി അല്ലേ, കാരണം അറിയാം. നമ്മൾ ഈ പരിസ്ഥിതി അതുപോലെ നമ്മുടെ പാരമ്പര്യ കൃഷി രീതികൾ അങ്ങനെയുള്ള ജലസ്രോതസ്സിനെ പറ്റിയിട്ടുള്ള അഡ്വൈസറി കമ്മിറ്റിയാണ്. അപ്പോൾ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംഘടിപ്പിച്ചിരുന്നെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ ഈ പാലിക്കുന്നതുകൊണ്ട് ഉറപ്പുവരുത്തേണ്ടത് ചുമതല ഇവർക്ക്, ഈ കമ്മിറ്റിക്കാണ്. ഈ പാരിസ്ഥിതിക സ്റ്റേറ്റ് എൻവയൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന കോറ മുതലാളി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഈ കമ്മിറ്റിയാണ്. പക്ഷേ ഞങ്ങളല്ല. ഈ കമ്മിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പോകില്ലായിരുന്നു. അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് പുനഃസംഘടിപ്പിച്ച് ഇങ്ങനെ റിപ്പോർട്ട് നടക്കുന്നു. സാറെന്തായാലും ഈ മാനേജർ ഇതിനെ ഇന്ത്യ വിളിച്ചിട്ട് വലിയൊരു ഗുരുതരമായ ഞങ്ങൾ ഇനിയിപ്പോ ഒരാഴ്ചയോടെ കഴിഞ്ഞാൽ ഈ ഇത് ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ തടയും, റോഡ് തടയും. ഞാൻ 10 മെട്രിക് ടണ്ണിൽ കൂടുതൽ സാധാരണ നോക്കും. ഒരു ദിവസം പോകുന്ന വാഹനങ്ങൾ എന്താണെന്ന് നോക്കും. അതിന്റെ മെട്രിക് ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര എണ്ണം പോകുന്നു നോക്കണം. 35 ടണ്ണ് പോകുന്നതിനാണ് അവർ 12 ടണ്ണ് കാണിച്ചിരുന്നത്. അതുപോലെ 17 ടണ്ണ് പോകുന്ന ഫോറസ്റ്റിലാണ് 8 ടണ്ണ് കാണിച്ചിരുന്നത്. ജനങ്ങളുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുന്ന ആദ്യമല്ല പഞ്ചായത്താണ്. പഞ്ചായത്ത് കുറച്ച് പരിശോധനയ്ക്കുള്ള അതോറിറ്റി അവരാണല്ലോ. കത്ത് കൊടുത്തിട്ടുള്ളതാണ്. കത്ത് കൊടുത്തിട്ട് സെക്കൻഡ് കത്ത് കൊടുത്തിട്ടുണ്ട്. സാറേ, ഈ കത്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. പക്ഷെ ആവശ്യമായ എന്താണ് വേണ്ടത് അത് നടക്കും. നടപടി വരുന്നില്ല. അവിടെ ആ സമീപത്ത് ഒരു 7-8 വീതിയിൽ ആഹാരം പാചകം ചെയ്യാൻ നിർവാഹമില്ല. അത്രയ്ക്ക് കുടിയാണ്. എന്ത് സങ്കടമാണ്. ആ പെണ്ണുങ്ങൾ പറയാണ്, ഞങ്ങൾക്ക് അരിയോ മുളകോ മല്ലിയോ ഒന്നും മുറ്റത്ത് ഉണക്കാനിടാൻ പറ്റുന്നില്ല. കാരണം അരമണിക്കൂർ മൊത്തം കുടിയാകാം. തുണി കഴുകിയിടാൻ പറ്റുന്നില്ല. വെള്ളം കോരി വെച്ചാൽ അതെല്ലാം കുടിയാകാൻ കൊച്ചുങ്ങൾക്ക് അസുഖമാണ്. 8 വകുപ്പിന്റെ സംയുക്ത പരിശോധന നടന്നു. വെള്ളം സാമ്പത്തികം പോയതാണ്. അത് വേറെ വിഷയം. ഇതെന്ന് പറഞ്ഞാൽ വണ്ടി ഓടിയിട്ട് പൊടിയിളകാണ് ഓടിയത്. പൊടികളെ വീട്ടിലേക്ക് കയറാൻ സ്വാഭാവികമായും അന്തരീക്ഷത്തിൽ ഞായറാഴ്ച 48 വെടി പൊട്ടിച്ചത്. ആ എക്സ്പ്ലോഡിങ്ങിന്റെ സൗണ്ട് ഒന്ന് കേൾക്കണം. നമ്മൾ ആരോടെ പറയാനാ? ഞായറാഴ്ചയാണ്. ആര് വിളിച്ചാലുമില്ല. പോലീസ് സ്റ്റേഷൻ വിളിച്ചാൽ പോലീസ് വരത്തില്ല. കാരണം പോലീസ് പറയുന്നത് ഇപ്പം പെണ്ണുങ്ങൾ ആരെങ്കിലും കേസ് കൊടുത്താൽ പറയുന്നത് ഞാൻ രാധാകൃഷ്ണൻ പറഞ്ഞു വിട്ടിട്ട് കേസ് കൊടുത്തത്. എല്ലാം രാധാകൃഷ്ണന്റെ മോൾ എന്റെ മോളിലാണ് ഇടുന്നത്. ജീവിച്ചേ പറ്റുള്ളൂ. ഞങ്ങളെ സമരത്തിലേക്ക് പഞ്ചായത്തിന്റെ ഇതിന് ഇതിന് ഒരു പരിഹാരം ഈ നിർദ്ദേശങ്ങൾക്ക് അടിയന്തരമായ പരിഹാരം ഉണ്ടാകും. ഈ നിയമം എങ്ങനെ ഉണ്ടാവും? ലാൻഡ് പ്രശ്നം ഉണ്ടാവും. പിന്നെ അടുത്ത കമ്മിറ്റിയിൽ ഓട്ടെ.